ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടുമ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ മരണത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ ഒരാൾ കടന്നുപോകുന്ന അവസ്ഥകൾ എന്തെല്ലാമായിരിക്കാം എന്നത് എക്കാലവും മനുഷ്യന്റെ ചിന്തകളിൽ കടന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ്. പലരും ആ വിഷയത്തിന്മേൽ പല വിധത്തിലുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ മരണത്തോടടുത്ത സമയങ്ങളിലെ അനുഭവങ്ങൾ പങ്കിട്ട വ്യക്തികളുമുണ്ട്. എന്തായാലും മരണത്തോടടുത്ത അനുഭവം അഥവാ NDE എന്നത് സങ്കീർണവും ആഴമേറിയതുമായ ഒരു പ്രതിഭാസമാണ്. അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ചില ദർശനങ്ങളും വികാരങ്ങളും അനുഭവിക്കുന്നതായാണ് പറയപ്പെടുന്നത്. NDE സമയത്ത് ആഴത്തിലുള്ള സമാധാനം, സന്തോഷം എന്നിവ അനുഭവപ്പെടുന്നതായി പലരും പങ്കുവച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ അവരുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നതായി അനുഭവിച്ചിട്ടുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു തുരങ്കം അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ താൻ സഞ്ചരിക്കുന്ന ഒരവസ്ഥയുണ്ടായെന്നും അവസാനം ഒരു തിളക്കമുള്ള വെളിച്ചത്തിൽ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നതായി കണ്ടുവെന്നും മറ്റു ചിലർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി വേറെ ചില ആളുകൾക്ക് അവർ അതുവരെ കടന്നു വന്ന ജീവിത സംഭവങ്ങൾ ഓരോന്നും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണാനാകുന്നു. ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്ന മെഡിക്കൽ അവസ്ഥകൾക്കിടയിലാണ് പലപ്പോഴും NDE അവസ്ഥ സംഭവിക്കുന്നത്. അതുപോലെ അപകടങ്ങളിലോ വീഴ്ചകളിലോ ഉണ്ടാകുന്ന ഗുരുതര പരിക്കുകളും NDEക്ക് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. അപസ്മാരം അല്ലെങ്കിൽ തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ പോലുള്ള ചില നാഡീവ്യവസ്ഥ അവസ്ഥകളും മരണത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിലൂടെ ഒരു വ്യക്തിയെ നയിച്ചേക്കാം. ഇത്തരത്തിൽ NDE അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിന് കാരണമായി പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അടുത്തിടെ ഈ അവസ്ഥയെക്കുറിച്ച് വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ശാസ്ത്രീയ വിശദീകരണം നടത്തിയിരിക്കുകയാണ് ബെൽജിയത്തിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് ലീജിലെ ഗവേഷകർ. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അഥവാ NDE കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്നതിൽ തങ്ങൾ അടുത്തെത്തിയെന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത്. നേച്ചർ റിവ്യൂസ് ന്യൂറോളജിയിൽ അവർ പ്രസിദ്ധീകരിച്ച ആ പഠനപ്രകാരം മരണാവസ്ഥയിലേക്ക് പ്രവേശിക്കും മുമ്പ് തലച്ചോറിലൂടെ കടന്നുപോവാൻ സാധ്യതയുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ വിഷയത്തിന്മേൽ നടത്തിയ NDE പഠനങ്ങളുടെ ഒരു മെറ്റാ വിശകലനവും ഈ ഗവേഷകർ തങ്ങളുടെ പുതിയ പഠനത്തിന് മുന്നോടിയായി നടത്തുകയുണ്ടായി. NDE സമയത്ത് തലച്ചോറിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങൾ മുതൽ ആ അനുഭവങ്ങൾ നൽകുന്ന വ്യക്തിപരവും ആത്മീയവുമായ അർത്ഥതലങ്ങൾ എന്നിങ്ങനെ വിവിധ തലങ്ങൾ ഈ ഗവേഷകർ അപഗ്രഥനം ചെയ്യുകയുണ്ടായി. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വേളയിൽ തലച്ചോറിലെ 5-HTIA റിസപ്റ്ററുകൾ അഥവാ ന്യൂറോണൽ പ്രവർത്തനത്തെ മോഡുലേറ്റ് ചെയ്യുന്ന റിസപ്റ്ററുകളിൽ സെറോട്ടോണിൻ, എൻഡോർഫിനുകൾ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ശക്തമാകുമെന്ന് ഈ ഗവേഷകർ വിശദീകരിക്കുന്നു. ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ പലർക്കും NDE സമയത്ത് ശാന്തത, ആശ്വാസം അല്ലെങ്കിൽ തികഞ്ഞ സംതൃപ്തി എന്നിവയെല്ലാം അനുഭവപ്പെടുമെന്ന് ഈ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മരണത്തോടടുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് തിരികെ എത്തിയ ആളുകൾ അത്തരം അനുഭവങ്ങൾ ഓർത്തിരിക്കുന്നതിനു പിന്നിലെ കാരണവും ഇവർ കണ്ടെത്തുകയുണ്ടായി. തലച്ചോറിലെ പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ അസറ്റർകോളിൻ, നോറാട്രിനാലിൻ, ഗ്ലൂട്ടാമൈൻ എന്നിവയുടെ പ്രവർത്തനത്താലാണ് അത് സാധ്യമാകുന്നതെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ശരീരത്തിലെ രാസസന്ദേശവാഹകരായ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഓർമ്മ, ശ്രദ്ധ, പഠനം, ശരീരത്തിന്റെ പോരാട്ട, ഓഫ്ലൈറ്റ് പ്രതികരണം എന്നിവയ്ക്ക് ഉത്തരവാദികൾ. NDE അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവ തലച്ചോറിൽ അക്കാര്യം കൃത്യമായി രേഖപ്പെടുത്തും. അങ്ങനെ യഥാർത്ഥ മരണത്തിലേക്ക് പോകാതെ തന്നെ NDE അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അത് ഓർത്തെടുക്കാനും കഴിയും. വളരെ യാദൃച്ഛികമായും പൊടുന്നനെയും ഉണ്ടാകുന്ന ഹൃദയസ്തംഭനം, വാഹനാപകടം, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ശാരീരിക ആക്രമണങ്ങൾ എന്നിവ പോലുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി നേരിട്ടാൽ അപകട സാധ്യതയുടെ തീവ്രത തിരിച്ചറിയുമ്പോൾ തന്നെ ശരീരത്തെ അതിനായി ഒരുക്കാൻ തലച്ചോറ് വിവിധ രാസവസ്തുക്കൾ പുറപ്പെടുവിക്കും. അതിനും അസറ്റൈൻറോളിൻ, നോറാട്രിനാലിൻ, ഗ്ലൂട്ടാമൈൻ എന്നീ ഹോർമോണുകൾ നിർണായക പങ്കുവഹിക്കുന്നു. അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ അവ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സജീവമാക്കുകയും ചെയ്യുന്നു. മരണത്തോടടുത്ത സമയങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന ജീവിതം കൺമുന്നിലൂടെ മിന്നിമറിഞ്ഞുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ നിരവധിയാണ്. എന്നാൽ NDEയുടെ അത്തരം വശങ്ങളെക്കുറിച്ച് ഈ ഗവേഷകർക്ക് ഒന്നും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സൈക്കഡെലിക് മരുന്നുകൾ, പ്രത്യേകിച്ച് മാജിക് കൂണുകളിൽ കാണപ്പെടുന്ന സൈലോസിബിൻ എന്നിവ ഉപയോഗിക്കുന്നവർക്ക് മരണത്തോടടുത്ത അവസ്ഥയോട് അടുത്ത അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
ഇത്തരം മരുന്നുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് അപസ്മാര രോഗികളാണ്. എന്നാൽ ഈ പഠനം അത്തരം സാധ്യതകളെ തള്ളിക്കളയുന്നു. അതേസമയം ഇടയ്ക്കിടെയുള്ള പകൽ സ്വപ്നങ്ങളും അതിനിടെ ഉറക്കത്തിനപ്പുറം ദ്രുത നേത്രചലനം സംഭവിക്കുന്നവർക്കും NDE അവസ്ഥയോട് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകാനുള്ള സാധ്യതയും ഈ ഗവേഷകർ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ കഴിയുന്ന ഒരു മാതൃക രൂപപ്പെടുത്താൻ ബെൽജിയം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് ലീജിലെ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് NDE-കളെ കുറിച്ചുള്ള കൂടുതൽ ഫിസിയോളജിക്കൽ ഗവേഷണങ്ങൾക്കും NDE-കൾ ആളുകളുടെ മനഃശാസ്ത്രത്തെ ദീർഘകാലത്തേക്ക് സ്വാധീനിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിനും സഹായകരമാകുമെന്നാണ് ഈ ഗവേഷക സംഘം പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.